അങ്ങനെയൊന്നുമില്ല മകരെ, ഞാൻ കണ്ടപ്പോ ഒരു പ്രശ്നം. ഇനി സൂപ്പർ മാമ എക്സ് വേറെന്ന് ഞാനും പറയില്ല, ഇനി മമ്മു എക്സ് വേറെന്ന് പറയാൻ പോകും. കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ. ഡേറ്റ് ഒന്ന് നോക്കോ, ഡേറ്റ് ഒന്ന് നോക്കോ. സിംഗിൾ ആണോ? ആണ്. എന്ത് സത്യമായിട്ടും ഇനി അഥവാ ഞാൻ ആരെങ്കിലും ആയിട്ട് ഇതാവാണെങ്കിൽ തന്നെ എക്സ്ട്രോവേർട്ട് ആയിരിക്കരുത്, ഇൻട്രോവേർട്ട് ആയിരിക്കണം. അല്ല, എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. അത് ഒരു ഹോസ്റ്റൽ പോലെ, ജയില് പോലെയല്ലേ സംഭവം. ചാടാൻ കാരണം എന്താ? ഫ്രീഡത്തിന് വേണ്ടോ? നമുക്ക് തന്നെ ഉസ്താനെ കയറി അങ്ങ് അടിക്കാൻ തോന്നുന്നു മൂക്കിന്. പക്ഷെ ഭയങ്കര ടോർച്ചർ അവസ്ഥയാണ്. എങ്ങനത്തെ കുട്ടീനെ മമ്മൂന് വേണ്ടേ? അങ്ങനെ മെഹറിനെ പോലെ തട്ടിടണം. തട്ടവിടാം. കുറച്ച് മുമ്പോട്ടേക്ക് രാത്രി ഉറങ്ങാണ്ടിരുന്ന് ഫോണിൽ കളിയാണ്. റീലാണ്. കൂട്ടത്തിലെ കാട്ടുകോഴി. മമ്മു കോഴിയാണ്. എല്ലാരും ബ്യൂട്ടി അപ്രീഷിയേറ്റ് എന്തിനാ അവന് അവൻ പോയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ സ്ട്രീമിംഗ് തുടങ്ങാൻ എല്ലാ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ തന്നെ കാരണം ഫസിലായിരിക്കും. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നല്ല മനുഷ്യനാ ടോമി. ഇനി നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. അപ്പൊ ഞാൻ അപ്പൊ ഞാനാണെങ്കിൽ ഇനി നിങ്ങളുടെ കൂട്ടത്തില് കുറച്ച് ഇത് പറയും. അപ്പം ഇതിനകത്ത് ആരാണ് അതെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ. മൃഗത്തിന്റെ പേരാ? അല്ല, ഇപ്പൊ ഞാനിങ്ങനെ റോൾ വൈസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ കൺവിൻസിങ് സ്റ്റാർ. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാട്ടോ. കൺവിൻസിങ് സ്റ്റാർ. ഇവ കൺവിൻസിങ് ആക്കാം, ഭയങ്കര കൺവിൻസിങ്. ഇവ പല കാര്യത്തിലും നമ്മളെ പറ്റിക്കലുണ്ട്. പറ്റിക്കല് അതായത് ഇവൻ എഡിറ്റിംഗ് അറിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് എഡിറ്റ് ഒരു ദിവസം ഉണ്ട്, എഡിറ്റ് ചെയ്യിപ്പിച്ച ഒരു ദിവസം ഉണ്ട്. ഒരു 6 മണിക്കൂർ നീണ്ട ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. എന്റെ മോനെ ഇവൻ സംബന്ധിച്ച ഇവൻ അറിയുന്ന എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് സ്വിച്ചുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വിച്ചുകളുടെ പാറ്റേൺ വെച്ചിട്ട് ഇവര് മുന്നോട്ട് പോകുന്നത്. കട്ട് അതിന്റെയൊക്കെ അത് വെച്ചിട്ടാണ് ഇവൻ നമ്മൾ പറ്റിച്ചോണ്ടത്. അല്ല, പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇവൻ സംഭവം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാ. തട്ടിക്കൂട്ട് എഡിറ്റിംഗ് വരും. കൊറേ കാലം കൺവിൻസ് ആയതുകൊണ്ട് ഇപ്പം നിക്കാൻ പറ്റും. അല്ല, കാര്യം പറഞ്ഞാ നമ്മളെ കൂട്ടത്തില് ഏറ്റവും ഒരു ശുദ്ധ അത് മനസ്സിലൊന്നും ഇല്ലാത്ത ജാസിയാണ്. ഓക്കെ, ഇനി അടുത്തത്. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ മണ്ടനാരാ? വലിയ ഉണ്ടെന്ന് പറയാം. മമ്മു അത് യൂഷ്വൽ അല്ലേ? വേറെ ഇതെല്ലാരും മണ്ടന്മാരാ. എല്ലാരും മണ്ടന്മാരാണ്. എന്നാലും റാമോന്നോ? മണ്ടൻകുണ്ട അല്ല, പാതിരാ കോഴി. അവന്റെ ഉമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമാണ്, രാത്രി ആകുമ്പോ അവനെ ഫോൺ എടുത്ത് മേടിച്ചു വെച്ചോ, ഒരു കുഴപ്പമില്ല, വളരെ രണ്ടെണ്ണം പൊട്ടിച്ചോ. കാരണം ഇവൻ അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഇവൻ രാത്രി ഉറങ്ങാണ്ടിരുന്ന് ഫോണിൽ കളിയാണ്. റീലാണ്. റീലൊന്നല്ല, റീൽസ് തന്നെ, നല്ല റീൽസ്. പിന്നെ ഗെയിം കളി, മെയിനായിട്ട് ഗെയിം കളി. അങ്ങനത്തില്ല, ഇപ്പൊ ഇൻസ്റ്റയിൽ എല്ലായിടത്തും വരുമല്ലോ. വേറെ ആണല്ലോ ഇഷ്ടമാണ്. ബ്ലോഗും കാര്യങ്ങളല്ലേ ഇല്ലെങ്കിൽ ഒരു ഗ്യാങ് ആക്കിയില്ലെങ്കിൽ സൂപ്പർ ആവാലും കുറിച്ച് ഗ്യാങ് ആക്കിയല്ലോ. ഒരു ഗ്യാങ് ആക്കി 4 ആളുകളെ കേട്ട് മടുത്ത്. നിങ്ങൾ എന്താ പ്രണയത്തിലാണോ? ഓനിക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാ? അങ്ങോട്ടേക്കും ഇല്ല എനിക്ക്.
ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ മെഹർ സിംഗിൾ ആണ് ഇപ്പൊ. ആണോ? അതെന്ത് പറ്റി? എന്നെ ഞാൻ പറഞ്ഞേ കേട്ട് കാണണം പറ്റില്ല. അല്ല അതല്ല റീല് പറയുന്നില്ലല്ലോ കല്യാണിച്ചൊക്കെ കാണാൻ വരുന്നുണ്ട്. നീ ഫുള്ള് കണ്ടില്ലല്ലോ. ഞാൻ കണ്ടില്ല. അവസാനം പറഞ്ഞ comment അല്ലേ? നിങ്ങളെല്ലാരും ഇതാല്ലേ പരിപാടി? വീട്ടിൽ വരുന്നല്ലേ കൊച്ചു കാണും. അല്ല നീയല്ല പറഞ്ഞ സൂപ്പർവാന്റെ ഫാനാണ്. സൂപ്പർവാനെ പോലെ വീഡിയോ ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ അപ്പൊ അവന്റെ ഫാനല്ല. അല്ല നിനക്ക് വേറെ സംഭവം ഉണ്ടായില്ല എനിക്ക് തുറന്നു പറഞ്ഞു. എന്ത്? അത് പറ. എന്തോ നീ വരുമ്പോ എന്തൊക്കെ പറഞ്ഞു. ആ സത്യം വരുമ്പോ എന്തിനാ പറഞ്ഞു? മമ്മ പാട്ട് പാടുവോ? പാട്ട് വെച്ചാൽ ആ പാട്ടെല്ലാം പാടുന്നു. എന്നാ പാട് കേക്കട്ടെ. ഞാൻ ഈ പാട്ട് ഒരാൾക്ക് വേണ്ടി ചെറിയതാണ്. കസ്റ്റം പാട്ടാണ്. പക്ഷെ അത് നോക്കിട്ടേ പാടാൻ പറ്റൂ. അന്ന് നോക്കി പാട്. ചിരിക്കാൻ പാടില്ല, നല്ല പാട്ടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Dedicated to എന്ന് പറഞ്ഞിട്ട് പാടിക്കോ. രീതിയെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡെഡിക്കേഷൻ ആർക്കാ? എല്ലാരും അയക്കൂര അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സൗണ്ടിൽ തന്നെ അങ്ങനെ പറയാറുണ്ട്. അതാണ് നമ്മള് ചോദിക്കുന്നത്. നമ്മള് മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ എന്താണ് ചോദിക്കുമ്പോ അയക്കൂരയാ മെഹറെന്ന് പറയാം. അയക്കൂറിയാ? പാടുന്നുണ്ട്. നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകന്നി തണുകീറാൻ കാറ്റും ഉലകങ്ങൾ ഇഴനെയ്യാൻ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമകമര എന്നകത് അനുരാഗ പകരുന്ന യാമം അഴകേ അഴകിനഴകശിലയഴകേ മെഹറേ വിടരും പനിമലരേ മെഹറേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിമോടരിയ വാക്കറിയില്ല. മെഹറിന് പഠിച്ചു വരിക. എത്ര സമയം എടുത്തു നീ പാട്ട് എഴുതാൻ? എന്റെ പേര് മാറ്റാൻ. പേര് മാറ്റാൻ എന്താ മെഹർ നാളെ സമയം എടുത്തത് പറയട്ടോടാ പാവം. അങ്ങനെ നില മെഹറേ ഞാൻ കണ്ടപ്പോ ഒരു പ്രശ്നമാണ്. ഇനി സൂപ്പർ മാമ എക്സ് മെഹറെന്ന് ഞാനും പറയില്ല. ഇനി മമ്മു എക്സ് മെഹറെന്ന് പറയാൻ പോകും. ഇവരെ മാസ് മെഹറേ അപ്പൊ ഞാനാരായി? ഓക്കെ, അടുത്തത് കലിപ്പൻ. ആ തലയിലുള്ള പൂക്കിറ്റ് നോക്കണ്ട. ആ ഞാറ് നട്ട പോലെ ഇരിക്കുന്നത് എന്ത് സീം വന്നാലും അങ്ങ് പൂക്കിയാലങ്ങ് പോകും. ആണോ? റാം ഏറ്റവും കൂടുതൽ ഇടിച്ചിട്ടുള്ള ആരെയാ? ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയതൊക്കെ ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയത്? അത് പണ്ട് വലിയ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ടൊന്നും അടിയൊന്നും കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ അടി അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ അടിയൊന്നും ആയിട്ടില്ല. വലിയ അടിയിലേക്ക് പോകൂല. അതിന് മുന്നേ തന്നെ ഇവൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. റാംബോ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ പിള്ളേരെ തൊട്ട അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ. അങ്ങനെ എപ്പോഴെങ്കിലും ഇടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല അങ്ങനെ വലിയൊരു ഇതിലോട്ട് പോയിട്ടില്ല. കൊറേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദിവസം നമ്മളൊറ്റക്ക് നമ്മളൊരു വണ്ടി മാത്രമായിട്ട് ഒരു വലിയ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വണ്ടി ഇവൻ ഇടിച്ചു കയറ്റി ഉള്ളിലേക്ക്. അതായത് അവിടെ ഒരു 10-100 ബസ്സും ഒരു 500 ബസ് ജീവനക്കാരും ഉണ്ട്. അതിന്റെ നടുവിലേക്ക് ഒറ്റക്ക് പോയിട്ട് ഇറങ്ങി. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ പല അടികളും ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി ആന്ന് മാത്രം, അല്ലാണ്ട്
അല്ല സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ട് അങ്ങനത്തെ ഇഷ്യൂ അങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങൾ അങ്ങനത്തെ സംഭവമില്ല. ഇവൻ ആരെയും പറഞ്ഞാൽ ഇവൻ ദേഷ്യം പിടിക്കുക അങ്ങനൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ചൊറിഞ്ഞാൽ മാത്രമേ ഇവന് ദേഷ്യം വരും. ഓക്കെ, ഇനി അടുത്തത് പേടിത്തൊണ്ടൻ. ജാസി ജാസിക്ക് ഏറ്റവും പേടി എന്താ? എല്ലാത്തിനും എല്ലാം പേടിയാ. ഞാന് ഇടപെടുന്ന എന്തിനാ സീനൊക്കെയാണ് എന്നാലും അല്ല അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ അല്ല അതന്നെ ഞാൻ പിന്നെ എന്തിനാ നമ്മൾ ഓരോ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യം പരിപാടിയും കാര്യങ്ങളും. പിന്നെ നമ്മള് ഉള്ളിലൊതുക്കി പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്യാനും മറ്റേ ഗാർഡിയനെ പോലെ ആക്കുന്നത് മുനുവാണ്. മുനു ഉള്ളത് കൊണ്ടാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള മുനുവിനാണ്. കറക്റ്റ് അളവ് അനുസരിച്ച് നമ്മൾ ചെയ്യാന്ന് അറിയില്ലേ, ഇത്ര മതി അത് ആ രീതിയിൽ. ഓക്കെ, അടുത്തത് കൂട്ടത്തിലെ കാട്ടുകോഴി. കോഴി എന്ന് പറയുമ്പോ മമ്മു കോഴിയാണ്. എല്ലാരും ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അല്ല, ആരാ കോഴി ആരാ ശരിക്കും? കോഴി ആരാ? കോഴി ആരാഞ്ഞിരിക്കണല്ലേ? അല്ല, ഷമീറിന് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഷമീറിന് കുറവാണ്. അതെന്താ? ഷമീർ കുറച്ച് സിഗ്മയാണോ? സിഗ്മ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി മിസോജിനിസ്റ്റിക് ആണ് ഇവൻ. ഇവൻ കുറച്ച് എന്താ പറയാ, മിസോജിനി അറിയില്ലേ? മിസോജിനിയോ? സ്ത്രീവിരുദ്ധൻ. ഷമീറിന്റെ സംഭവം എന്ന് വെച്ചാല് എനിക്ക് അത് ഒരു പെണ്ണ് മെസ്സേജ് അയച്ച്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾ എന്ത് സംഭവമാണെങ്കിലും ഇവനെ എതിർക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വേറൊരു പെണ്ണുമായിട്ട് കമ്പനി ആവാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ട് കൂടുതൽ അടുക്കാനോ ഒന്നിനും ഇവൻ സമ്മതിക്കൂല. ഇവനെല്ലാത്തിനും ഇങ്ങനെ ടങ്കോലായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലല്ലടാ, അത് വേണ്ടാന്നുള്ളൊരു, അത് ഒരു കണക്കിന് ഷമീർ എന്നോട് നല്ലതാ ചെയ്യുന്നത്. പക്ഷെ അല്ല, എനിക്ക് നോക്കുമ്പോ നല്ലതല്ലാത്തത് ഞാൻ നല്ലതല്ലാന്ന് പറയും. പിന്നെ മോസ്റ്റ് കേസസ് നല്ലതല്ലാത്ത പിന്നെ വെറുതെ എന്തിനാ ആവേശം കൊടുത്ത് കുഴിച്ചടിക്കുന്ന? അങ്ങനെയല്ല, പക്ഷെ നല്ല ഇത് വരലുണ്ട്. നല്ല അത് ഇവനിക്ക് മാത്രം നല്ലതായിട്ട് തോന്നുന്നത്. അല്ല അങ്ങനെയൊന്നും അല്ല. തൊപ്പിയപ്പ സിംഗിൾ ആണോ? ആണ്. എന്ത് സത്യമായിട്ടും? പിന്നെ അല്ല, ചോദിച്ചതാണ്. ഞാൻ വിടൂല എന്തായാലും വിടൂല. അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെയൊന്നും പറയല്ല. ഓക്കെ, അടുത്തത് പകൽമാന്യൻ. ശരിക്കും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. നീ കണ്ടിട്ടുണ്ടാവും. ഉമ്മ സത്യം ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ സത്യം എനിക്ക് ഒരേ ഐഡിയയില്ല. ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ. മുന് സംഭവം ഡിസിപ്ലിൻഡ് ആണ്, ആള് ക്ലീൻ ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അറിയാണ്ട് കുറച്ച് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മുനുവിന്റെ ഫോണില് കോൾ ലിസ്റ്റ് നോക്കുമ്പോ ഒരു പെണ്ണിന്റെ നമ്പർ കണ്ടു നമ്മള്. കാരണം നമ്മളെ മുന്നിൽ ഇവൻ ഷമീറിനെ പോലെയാണ്. ഈ ഒരു സ്ത്രീവിരുദ്ധൻ മൈൻഡിലാണ് ഇവൻ. നമ്മളെ മുന്നില് ഇവരെ കാണിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ഇവന് നമ്മൾ അറിയാണ്ട് കുറച്ച് പരിപാടികൾ ഉണ്ടോ നമുക്ക് സംശയമുണ്ട്. തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഒരിക്കലും പറയൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്തത് ലോക ദുരന്തം. ദുരന്തം വക്കീലായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര സംസാരിക്കുന്നവരാണ് തൊപ്പിയപ്പോഴും. എങ്ങനെ? ഞാൻ ഓവർ സംസാരിക്കുന്നു ഭയങ്കര. ഇപ്പൊ ഒന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വക്കീലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വക്കീല് കേറി വന്നു കഴിഞ്ഞാ ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകും. സംസാരിച്ച് ഏടെല്ലോ എത്തും. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമായിരിക്കും. നമ്മളിങ്ങനെ പറയാം സെക്ഷൻ കോർട്ടിൽ മറ്റേ ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ ഇപ്പുറത്തെ ഒരു വക്കീലുണ്ടായിരുന്നു. വക്കീലിന്റെ 420 420 320 ഇങ്ങനെ പോകും. നിർത്താണ്ട് സംസാരിച്ചു പോകും. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമായിരിക്കും. എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകും. അടുത്തത് ചളി വാരി എറിയുന്ന ആൾ. കൊറേ എനിക്കുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഇപ്പഴാ മനസ്സിലാക്കുന്ന. ഓക്കെ, കെയറിങ് ഏട്ടായി.
ഏട്ടായി എന്ന് പറഞ്ഞാൽ നമ്മളോടല്ലേ? നിങ്ങളോടാണോ? അല്ല, ഞാൻ മൊത്തത്തിലാ ഉദ്ദേശിച്ചത്. ഓവറോൾ ഗേൾസിനോടോ? അതുകൊണ്ടാവും. ഗേൾസ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും പെണ്ണില്ല, അപ്പൊ പിന്നെ ഗേൾസിനോട് ക്യാരിങ് ഏട്ടായി ആവേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അടുത്തത്. ആർക്കും പെണ്ണില്ല, ഞാൻ മറന്നു. വക്കീല് സിംഗിൾ തന്നെയല്ലേ? സിംഗിൾ. നമ്മളെല്ലാരും സിംഗിൾ. എല്ലാരും സിംഗിളാ? സിംഗിളാ. മെഹർ സിംഗിളാ? ആ, സിംഗിളാ. അതോട് ഒരിക്കലും പറഞ്ഞല്ലോ. അല്ല, ഞാൻ ഒന്നുകൂടി ചോദിച്ചത്. നീ കണ്ടു വരിക, നോക്കട്ടെ നിന്റെ കണ്ണ്. ഓക്കെ, അടുത്തത്. ഉറക്കപ്രാന്തൻ. എത്ര ഉറങ്ങിയാലും ഓന്റെ ഇത് തീരില്ല. കറക്റ്റ് ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം അവർക്ക്. അത് എപ്പ കിട്ടും അതുവരെ. ഒരു കാര്യം പറയണതിനോട് കുഴപ്പമില്ലല്ലോ. ആ, ഇന്നലെ തൊപ്പിനെ വിളിച്ചില്ലായിരുന്നോ? അപ്പൊ തൊപ്പി പറഞ്ഞു ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരു 8 മണി 9 മണി ഒക്കെ ആവുമ്പോ വിളിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങി ഒരു 2 മണിയോ 1:30 2 മണിയോ കണ്ടായപ്പം തൊപ്പി വിളിച്ചേക്കാം. ഞാൻ ഉറങ്ങി എണീച്ചത് ആ സമയത്ത്. ഞാൻ ഉറങ്ങി എണീക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ പൊതുവെ എണീക്കാം. കാരണം ഒരു ഫുൾ ഡേ ഉറങ്ങി പിറ്റേ ദിവസം രാത്രി 11 കഴിഞ്ഞാൽ ഞാൻ എണീക്കാം. 1 മണി, പാതിരാത്രി 1 മണി 2 മണിയാകുമ്പോ ഞാൻ ഉറങ്ങി എണീക്കുക. എനിക്ക് ഉറക്കം ഭയങ്കര കൂടുതലാണ്. പ്രശ്നമില്ല, സമയം കൂടുതൽ അങ്ങനെ പോകുന്നില്ല. ഉറങ്ങിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഓക്കെ. അടുത്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം കല്യാണം കഴിക്കാം? വക്കീല് വരാൻ പോകുന്ന അടുത്ത മാരേജ് വക്കീലിന്റെ. വക്കീല് പെണ്ണ് നോക്കുന്നുണ്ട്. വക്കീല് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട്. പ്രിഫറൻസ് ഫ്രം കണ്ണൂർ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ണൂരേക്ക് ഒരു ട്രിപ്പ് പോയി. അങ്ങനെ വക്കീല് ഫസ്റ്റ് ടൈം ആണ് മലബാർ സൈഡിലേക്ക് വരുന്നല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? അതെ. അപ്പൊ കണ്ണൂരുള്ള കൾച്ചർ ഇതെല്ലാം കണ്ടപ്പോ വക്കീല് ഭയങ്കര അവിടെ നിന്ന് വണ്ടി കയറിയപ്പോ ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിക്കണമെങ്കിൽ കണ്ണൂരുള്ള ഓക്കെ, അടുത്തത്. ഡേറ്റിംഗ് ആപ്പ് ഏറ്റവും യൂസ് ചെയ്യുന്ന ആൾ? ആരുമില്ല. ഞാൻ യൂസ് ചെയ്യും. ഞാൻ ലൈവില് യൂസ് ചെയ്യും. ലൈവില് ഞാൻ പല സാധനങ്ങൾ യൂസ് ചെയ്യും, പല കാര്യങ്ങളും ഞാൻ ചെയ്യും. പക്ഷെ അതൊന്നും എന്റെ റിയൽ ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ലൈവിൽ ഇങ്ങനെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഡേറ്റിംഗ് ആപ്സ് എടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് ഓരോ പെണ്ണിന് ലൈക്ക് അടിക്കും, ഓരോ പെണ്ണിനെ സ്വൈപ്പ് ചെയ്യും, മറ്റേ ക്രോസ് ചെയ്യൂല, തെറ്റടിക്കും, കുറെ ആൾക്കാർ ലൈക്ക് അടിക്കും. അങ്ങനെ ആരെങ്കിലും തലയിലാവാൻ നോക്കിയിട്ടുണ്ടോ? മീൻസ് ഞാൻ ലൈവിന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ലൈവിലാ ഞാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ ലൈവിൽ മാത്രമേ ചെയ്യൂ. ലൈവ് അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓഫ് സ്ക്രീനിൽ ഞാൻ അവർക്ക് റിപ്ലൈ പോലും ആ മെസ്സേജ് പോലും തുറന്നു നോക്കൂല. മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുറക്കൂല, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ആപ്പാണോ ഏതാണോ സ്നാപ്പ് ആണെങ്കിൽ സ്നാപ്പേ ഞാൻ തുറക്കൂല. ലൈവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ലൈവിന്റെ ടൈം മാത്രമേ ഞാൻ അത് ഓപ്പൺ ആക്കും. അപ്പൊ തലയിലാവാൻ ഞാൻ എല്ലാം പബ്ലിക്കിലെ ചെയ്യില്ല, അപ്പം തലയിലാവാൻ ചാൻസ് ഇല്ല. മനസ്സിലാവും. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അല്ല, അത് നല്ലതാ. മീൻസ് നമ്മളെല്ലാ ഇതും ചാറ്റും ലൈവിൽ തന്നെ ചെയ്യുമ്പോ തലയിലാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരൂല. ഓക്കെ, അടുത്തത്. കൂട്ടത്തിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആൾ? അടിച്ചു മാറ്റും. ഫുഡ് ഐറ്റംസ്. ഫുഡ് മാത്രം. അണ്ടി, ബദം, പിസ്ത. ഡയറ്റ് നോക്കുന്നുണ്ട് എല്ലാരും സാലഡ് ഒക്കെ നല്ല കഴിക്കും. കിട്ടൂല. ഇതല്ലടാ നീ മുങ്ങി വെച്ചത്. ഓക്കെ, കരച്ചിലോളി. ഇല്ല, ഹൗസ് എപ്പോഴും ഹാപ്പിയാണ്. അതായത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളതാരാ? സെൻസിറ്റീവ് റാംബോ അത്യാവശ്യം സെൻസിറ്റീവാ. കലിപ്പൻ റാംബോ, സെൻസിറ്റീവ് റാംബോ. ഉള്ളിൽ അങ്ങനെ ഒരു സൈഡ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ മാത്രമേ കാണും. പുറത്തൊന്നും ഇതില്ല. ഇപ്പൊ നമ്മളെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും, അങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഇവനായപ്പോ ഒരു പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് ഇൻകേസ് എന്തെങ്കിലും പറഞ്ഞോ പെട്ടെന്ന് സങ്കടം വരും. അത് വേറെ ആരും പറഞ്ഞാലും അത്ര ഒരു ഇത് വരില്ല, പക്ഷെ ഇപ്പം പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് സങ്കടം വരും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പിന്നെ ഇവനത് മറന്നു പോകുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞോ, അപ്പം അപ്പോഴുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. കരച്ചിലോളിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഓർത്തത്, വേറൊരു സംഭവം നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് മാത്രമേ അത് അറിയൂ. എന്റെ ഫോണാ ഇപ്പോഴും ഉണ്ടാന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. അതായത് ഡേറ്റ് ഒന്ന് നോക്കോ, ക്യാമറ
ജാസിന്റെ ചേട്ട ജാസി ജാസിനെ ഞാൻ മർസിലേക്ക് ഹയർ ചെയ്യുന്നത് 10ാം തീയതി ഏപ്രിൽ 10ാം തീയതി ഓക്കെ. ഏപ്രിൽ 10ാം തീയതി രാത്രി ഞാൻ എടാ നിന്നെ കുക്കായി സെലക്ട് ചെയ്തിരിക്കുന്നു വാന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചപ്പം ഇവൻ തിരിച്ചയച്ച വീഡിയോ ചെയ്തു. എടാ മിണ്ടാടുക്ക് ഇത് കേക്കട്ടെ. താങ്ക്സ് എടാ താങ്ക്സ്. കരയാ ഇത് കാണുന്നില്ല നീ കണ്ടു. എന്റെ വിചാരം എന്താ ഈ സംഭവം നീ ഇപ്പോഴും കണ്ടിട്ടില്ലാന്നോ? സത്യോ? ഞാനത് സംഭവം ഇത്രയും കാലമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയില്ല, കാരണം ഈ വീഡിയോ ഞാൻ ഒന്ന് കണ്ട് അത് ഞാൻ കണ്ടത് നീ അറിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ബാക്ക് അടിച്ച് മിനിമൈസ് ചെയ്ത് വെച്ചതാ. ഞാൻ അറിയില്ല, ഞാൻ നിന്നോട് ചോദിച്ചിട്ടുമില്ല. മാത്രമല്ല അതിന്റെ എത്രയോ ലൈവ് എല്ലാം കഴിഞ്ഞ ഒന്നും ഞാൻ പിന്നെ ഞാനായിട്ടൊന്നും എടുത്തിടണ്ട അങ്ങനെ പറയണ. അല്ല ഇതെന്റെ ഞാൻ എപ്പെങ്കിലും എടുത്ത് ഇട്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു ഞാൻ കാത്തുള്ള നല്ല സ്ഥലം പൊട്ടിച്ചു പൊട്ടിച്ച സീനില്ല എനിക്ക്. അല്ല അതല്ല, അത് അപ്പത്തെ സിറ്റുവേഷൻ നമുക്ക് ഒന്നും ആവാണ്ട് ഒരു പിടിവള്ളി കിട്ടിയാന്നറിയില്ലേ അങ്ങനെ. കാരണം ഒന്നുമല്ല എവിടെയല്ല ആർക്കും വേണേ എടുത്ത് ചവിട്ടി ഒഴിവാക്കൊക്കെ ചെയ്യാം. അപ്പൊ ഓനൊരു ചാൻസ് നമുക്ക് തന്നു. വേറെ ഒന്നുമില്ല, വേറെ ഇതിനു മുമ്പ് പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ലൈഫിൽ നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നേ. അപ്പൊ ഒന്നൊരു ഫീലിങ്സ് അത്രേ ഉള്ളൂ. അതല്ലേ തൊപ്പി പറയാറ് ഓവർനൈറ്റ് ലൈഫ് മാറിയ ആളാണ് ജാസി എന്ന് പറഞ്ഞത്. അതെ അതെ അതെ, ഞാൻ പല ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് മാറിയതാണ്. എന്താ അറിയോ, മൊത്തമായിട്ട് മാറി. എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വിഷമയുടെ ഒറ്റ ദിവസമാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ പിന്നെ ഇപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ട് പറയാണ് അത്. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വളരെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞ 2 കൊല്ലമൊക്കെ എനിക്ക് ഒന്നും ആവാണ്ടൊക്കെ ഒരു അവസാനം ഈ ഫ്രീലാൻസ് പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി പോകുന്ന സമയത്താണ് ജസ്റ്റ് ഇപ്പം വരുന്നത്. ഞാൻ ആ സമയത്ത് എങ്ങനെങ്കിലും ഫ്രീലാൻസ് ഒക്കെ അറിയാലോ, അത്ര വലിയ ചെറിയ പൈസ പരിപാടി എനിക്ക് ഭയങ്കര കാറ്ററിംഗും പരിപാടിയും ഇങ്ങനെ പോയി കാറ്ററിംഗിന്റെ പണിന്റെ അടുക്ക് പുറത്തേക്ക് പോയി ഫ്രീലാൻസ് ദുബായിക്കെല്ലാം പോകുമ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഇവനൊരു ഓപ്പർച്യൂണിറ്റിക്ക് തരുന്നത്. അപ്പൊ അതില് സന്തോഷം. ഞാൻ ഇവിടെ വന്ന് അപ്പൊ ഫസ്റ്റ് ലൈവ് തന്നെ, ആദ്യത്തെ ലൈവ് തന്നെ നല്ല മാക്സിമം നല്ല ഇതിൽ അടിച്ചു പൊളിച്ച് ഓർക്കൊക്കെ ഇഷ്ടമായി. ലൈവ് ഏകദേശം എന്റെ ആകുന്ന സമയത്ത് എന്റെ വല്യമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. കാരണം എന്താ വെച്ചാല് എന്റെ ഫാദറിന്റെയോ ഉപ്പാന്റെ വല്യമ്മ ഓൾറെഡി മരണപ്പെട്ട്, ഉമ്മാന്റെ വല്യമ്മ മരണപ്പെട്ട്, ഉമ്മാന്റെ വല്യമ്മ മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാലോ വീട്ടിൽ അമ്മൂമ്മയും വല്യമ്മൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത്ര ഇമോഷണൽ ബോണ്ട് ആകുമ്പോ അവസാനം അവര് മരണപ്പെട്ട് എന്നോട് വലിയ മെല്ലപ്പം പറയും, എടാ നീ അടിപൊളിയാക്ക്. പിന്നെ മാത്രമല്ല പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ കുടുംബക്കാരൊക്കെ എന്ത് സാധനം മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ വലിയ ആഗ്രഹമായിരുന്നു വല്യമാനെ കാറിലാക്കുക, ആ സാധനം മേടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് കിട്ടിയ സമയത്ത് എന്റെ മനസ്സുകൊണ്ട് ഞാനൊക്കെ അത് ആഗ്രഹിച്ചു. പക്ഷെ ആ ദിവസം തന്നെ വല്യമാക്ക് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്ത്. പക്ഷെ വേറെ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, ഞാൻ ഇരുത്തി പറയുന്ന ഒരു കാര്യമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ദിവസം ഞാനന്ന് ലൈവിൽ എന്റെ സമയത്ത് ഇതൊക്കെ സംഭവിക്കും. ഞാനിത് അറിയലോട് കൂടിയിട്ട് തൊപ്പി ചെയ്തൊരു വലിയ കാര്യമുണ്ട്. കാരണം കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്ക് അറിയില്ല, അത്രയും കിലോമീറ്റർ ഉണ്ട്. രാവിലെ വെല്ലിമാനെ മയ്യത്തെടുക്കും എന്നെല്ലാം പറഞ്ഞു. ഇവൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു അപ്പം തന്നെ ലൈവ് എൻഡാക്കിയവൻ. ഇരുത്തി പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ലൈവ് എൻഡാക്കിയിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് പോകാൻ. എന്നിട്ട് വണ്ടി എടുത്തിട്ട് ഓന് അതായത് രാത്രി കയറിയിട്ട് രാവിലെ എത്തുന്ന രീതിയിൽ ഏകദേശം എനിക്കൊന്ന് 5 മണിക്കൂർ അങ്ങോട്ട് ഞാൻ എത്തിച്ച്. വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ ചെയ്യോ എനിക്കറിയില്ല. ഇപ്പൊ എത്ര ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്താനോ ഇല്ല ട്രെയിനിലെത്താനോ അങ്ങനെ എന്തെങ്കിലും നോക്കും. പക്ഷെ ഓനാ സമ്മതിക്കുക. അത് സത്യം പറയുന്നത് വലിയ സംഭവം ആയിരിക്കൂല. പക്ഷെ എന്റെ ലൈഫില് ആ ഒരു ദിവസം പിന്നെ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തായി കഴിഞ്ഞാലും വേണ്ടില്ല, ഇനി അവിടെ എത്തിയാലും എത്തിയില്ലെങ്കിലും ഓന്റെ ഒപ്പം എത്ര കാലം നിൽക്കാൻ പറ്റുമോ അത് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചാൽ പോവാന്നുള്ള കാര്യം. അത് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ എനിക്ക് എന്റെ ഓനക്കുണ്ടാവും തൊപ്പിക്ക്, ഓനക്ക് ഇമോഷണലി ഇഷ്ടംപോലെ ഉണ്ടാവും. എല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരിക്കലും ചെയ്തൊരു കാര്യം കാരണം ഓനക്ക് താല്പര്യമില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടെല്ലാം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ പല ആൾക്കാരും പറയുന്നു. കാരണം പുറമേ നിന്ന് കാണുന്ന സമയത്ത് ലൈവ് ആയാലും റിയാക്ഷൻസ് ഇപ്പൊ ചിരിച്ചിട്ടും പറയും. ഓന്റെ ഉള്ളിൻ്റെ എന്താന്ന് നമുക്കറിയാം. അത് മുനുവിന് ഷെങ്കിളിനെ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനും പറ്റും. പക്ഷെ കുറെ കാര്യങ്ങള് ഇപ്പൊ കുറെ മാറി കാര്യങ്ങള്. പിന്നെ ആര് കാണിച്ച് ചെയ്യാ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നൊക്കെ അറിയണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. കുറെ സംഭവം ഉണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പൊ എത്ര കാലം ഹാപ്പി ആയിട്ട്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ
എനിക്ക് വിഷമാകുന്ന ഒരു കാര്യം നമുക്ക് ആർക്കും നല്ല രീതിയിൽ നമ്മൾ അടിച്ച് പൊളിച്ച് ഉഷാറെ മാക്സിമം നമ്മൾ ഇതാക്കിയിട്ട് മാത്രമല്ല നമ്മളെല്ലാവരും ഹാപ്പിയാക്കി എൻജോയ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വളർച്ചയുണ്ട്. ഇവിടെ വരുന്നതിന്റെ മുമ്പ് 5 ഫോളോവേഴ്സ് ഇല്ലാത്തതാണ്. പിറ്റേ ദിവസം ഞാനിവിടെ എല്ലാം വൈറലായി നാട്ടിൽ പോയി ആ വലിയമാന്റെ പരിപാടിയിലും കഴിഞ്ഞ് പിന്നെ മീൻപിടിയെ പോകുന്ന സമയത്തൊക്കെ എന്തൊക്കെ നമുക്കറിയാം നമ്മൾ അത്രയെങ്കിലും ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടാന്ന് അറിയില്ലേ. അപ്പൊ അതെല്ലാം കിട്ടിയപ്പോ വലിയ സന്തോഷം. ഇതെല്ലാം കാരണം താങ്ക് യുടാ. ഓക്കെ, നമ്മൾ കുറച്ച് ഇമോഷണൽ പാർട്ടിലേക്കൊക്കെ പോയി, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എത്രത്തോളം തൊപ്പീനെ നിങ്ങൾ ഇപ്പം ഒരു ഇൻസിഡന്റ് പറഞ്ഞു, അതുപോലെ നിങ്ങൾ തൊപ്പീനായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്? ഇവര് പറയണ്ട, ഇവര് കുറച്ചായിട്ടില്ലല്ലോ. അല്ല നീ പറ, നീ പണ്ട് മുതൽ എന്നെ കാണുന്നില്ല, നീ പറ, നിന്റെ ഇത് എനിക്ക് കേൾക്കണം. തൊപ്പി നിങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞു. അതുപോലെ നിങ്ങൾ തൊപ്പിനെ പറ്റി ഇവൻ കൊറേ പറഞ്ഞു. കരങ്ങ് സംസാരിക്കാൻ അറിയാം, ബാക്കി എല്ലാരും ബുദ്ധിമുട്ടാണ്. പറയാനാണെങ്കില് നീ നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ കൂട്ടത്തില് സാലറി വാങ്ങാണ്ട് നിൽക്കുന്ന ഒരേ ഒരാളല്ല, പലരും സാലറി വാങ്ങുന്നില്ല. പക്ഷെ ഇതുവരെ എന്റെ അടുത്തൊന്നും ഒന്നും അങ്ങനല്ല. അത് മുനുവായാലും ആരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അതായത് പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ പല ജോലികളും ചെയ്ത് ഇങ്ങനെ പെയിന്റിന്റെ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ വരുത്താം. അപ്പൊ ഇവന് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ആക്കിട്ട് ഇവ ഒരു വണ്ടി എടുത്തു, ZMR. വണ്ടി പൊളിഞ്ഞ വണ്ടിയാ, മൊത്തം കംപ്ലൈന്റ് ആ വണ്ടിക്ക്. ആ വണ്ടി ഇവന് എടുക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ ഇവ ആ വണ്ടീന്റെ മുകളിൽ പണിയെടുക്കണം. രാവിലെ ഇവന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കാണുന്ന വെച്ചാൽ ഇവൻ സ്പാനർ ഇതെല്ലാം വെച്ച്, അതായത് ഇവൻ ജോലിക്ക് പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇവൻ ഈ വണ്ടി മൊത്തം ശരിയാക്കാൻ വേണ്ടി നിൽക്കണം എല്ലാ ദിവസവും. ഒരു കുപ്പി ഉണ്ടാവും, പെട്രോൾ ലീക്ക് ഉണ്ടാവും, എപ്പൊ ഒരു കുപ്പി വെച്ചിട്ടാ പോകും. പെട്രോൾ ലീക്ക് ഉണ്ടാവും. അപ്പൊ നോമ്പിന്റെ സമയത്തായിരുന്നു. നോമ്പിന്റെ സമയത്ത് ഈത്തിക്കാഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് രാത്രി 12 മണിക്ക് ശേഷം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ദിക്കറും സലാത്തൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവനെന്ത് ചെയ്തു, ഒരു ദിവസം എന്നെ കൂട്ടാൻ വേണ്ടി വന്നു രാത്രി. അപ്പൊ എന്റെ ഉപ്പയെല്ലാം ആയിട്ട് ആ ടൈം കലിപ്പില്ല. ഇവന്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട്. കാരണം ഇവന്റെ ഇവൻ പറഞ്ഞല്ലോ ആ ബാക്ക്ഗ്രൗണ്ട്. ഇവന്റെ ഉപ്പ ഉണ്ട്, പിന്നെ ഒരു കാർണോറുണ്ട്, പിന്നെ ഒരു മുത്താപ്പ, ഇങ്ങനെ കുറെ ആളുണ്ട്. ഇവരെ എല്ലാരെയും എനിക്ക് അടികൊണ്ടിട്ടുണ്ട്. ഇവനെ നോക്കുന്ന ഇവന്റെ ഗാർഡിയൻസ് എല്ലാരെയും എനിക്ക് തല്ലുകൊള്ളുന്നുണ്ട്. അപ്പൊ ഒരു മെയിൻ തല്ലുകൊള്ളുന്ന കഥയെന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു 5 മണിയൊക്കെ ആയി നമ്മൾ എവിടെയൊക്കെ കറങ്ങി. ഈ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവന്റെ കൂടെ ബൈക്കിലൊക്കെ നമ്മൾ കുറച്ച് സമയം കറങ്ങി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിന്റെ അടുത്ത് എത്താനാകുമ്പോ ഇവ മതിലാടിയിട്ട് മതിലാടിയിട്ട് എല്ലാ രാത്രി മതിലാടിയിട്ട് ഇറങ്ങാം, തിരിച്ച് മതിലാടിയിട്ട് തന്നെ തിരിച്ച് കയറണം. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇവരെ കൊണ്ടാക്കി തിരിച്ച് മതില് ചാടി കയറാൻ പോകുമ്പോ എന്റെ ഉപ്പയും കാർണോറും അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കഷ്ടപ്പെട്ട് ഇതാക്കുന്ന വണ്ടിയാണ്. അത്രയും ഇതായിട്ട് അന്നെന്താ വെച്ചാ എന്നോട് ഇറങ്ങി ഒരടി വിട്ടോ. ഇവരെപ്പോഴും അങ്ങനെ, ഇവരെപ്പം പിടിച്ചാലും ഇവര് ഒരടിയേ ഉള്ളൂ. ഇവരൊറ്റ അടിയാ അപ്പൊ ഉള്ളി കയറിപ്പോ എന്താ പറയാ, ബാക്കി മൊത്തം വെള്ളത്തെ പിന്നെ ഇവർ ഞാൻ ബാക്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന എന്താ വെച്ചാൽ ഇവന്റെ ബൈക്കിൽ ഒരു ചവിട്ട്, ബൈക്ക് അങ്ങനെ മറിഞ്ഞു. ബൈക്ക് അങ്ങനെ അതായത് കൊട്ടം പൊട്ടുന്ന വണ്ടിയാ, അത് മറിഞ്ഞു വീണതോടുകൂടി അതിന്റെ മൊത്തം പാഴ്സലിനെ ഇവനും വീണു. ഇവന്റെ ഇങ്ങനെ കാലിലും കൈയാണ്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരടി കൂടി കൊണ്ടു എന്റെ ഉപ്പാന്റെ. പിന്നെ ഇവന്റെ കാറിലൊരു ചവിട്ട് സത്യമായിട്ട് ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലെത്തി. ഇവനാണോ ഇതാക്കാൻ വരുന്നത്? നമുക്ക് അടി വന്നിട്ട് ഞാൻ ചെറുതാ, എന്നെ അയച്ചു വീട്ടിലേക്ക് അയച്ചു. ഞാനും ചെറുതന്നെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ വീട്ടിലേക്ക് അയച്ച് ഞാൻ വിചാരിച്ചു ഇനി ഇവൻ എന്നെ വിളിക്കൊന്നുമില്ല, കാരണം ഇവന് ഇത്രയും അടിയെല്ലാം കൊണ്ടല്ലോ, എന്റെ ഉപ്പാന്റെ നിന്ന് അടിയുണ്ട്, ഇവനെന്തിനിങ്ങനെ അടി വാങ്ങുന്നു അത്രയും ഞാൻ കാരണം ഇവന് അത്രയും നഷ്ടങ്ങൾ ഉണ്ടായല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാ പിറ്റേ ദിവസം വൈകുന്നേരം ഇവൻ എന്നെ വിളിക്കുന്നു, പറഞ്ഞു വാ പുറത്തു പോണ്ടേ. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കാത്ത പോലെ. ഞാൻ പറഞ്ഞില്ല, ആകെ കിട്ടിയ ആളാന്നിത്. പിന്നെ ഇവന് ശേഷാന്ന് മുനുവിന്റെ കസിന് എല്ലാരും നമ്മള് ഗ്യാങ് ആയത് ഇവന് ശേഷാ. ഇവൻ വയ്യാതെ ഞാൻ ബാക്കി എല്ലാരും പരിചയപ്പെടുന്നത്. അങ്ങനെ എത്ര അടിക്കുക നമ്മള് ശരിക്കും ഇങ്ങനെ മറ്റേ ഈ പ്രേമിക്കുന്ന ആൾക്കാര് ഈ മതിലെ അടിയിൽ ഒളിച്ചോളൂ, അതെല്ലാം പോലെ രാത്രി അതാരോ അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അവര് ഓക്കെ ആയോ? ഇപ്പം വീട്ടില് അതിനുശേഷം പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല.
പക്ഷെ അത് ഭയങ്കര മിസ്സിംഗ് ആണ് ഇപ്പൊ. നാലാള് ഒരാള് അത് ഒരാള് പോയി. ആ, അത് ഒരാള് ഇല്ലാത്ത ഭയങ്കര നഷ്ടം. ഓ നമ്മളെ ലീഡർ ആയിരുന്നു ഫസ്റ്റില് പറഞ്ഞാൽ നമ്മളെ ഗ്യാങ് ലീഡർ ആയിരുന്നു. ഓനെ നമ്മളെല്ലാരും മടിയന്മാറാ. ആ ടൈമും നമ്മളൊന്നും നമുക്ക് ലക്ഷ്യങ്ങളില്ല, ഒന്നും ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല. ഓനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഓരോ പരിപാടിക്ക് ഇറക്കും ഇങ്ങനെ. ഓന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ആദ്യം ഓൻ ഫസ്റ്റ് നമ്മളെ കൂട്ടത്തിൽ ഒരു ഡ്രീം കൊണ്ടിരുന്നവനാ. ഓനക്കൊരു വേൾഡ് ഫേമസ് ബൈക്ക് റേസർ ആണെന്ന് അങ്ങനത്തെ ഒരു ചിന്ത. വേൾഡ് ഫേമസ് എന്നല്ല, ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബൈക്ക് റേസർ ആണ്. ഈ മഡ് റേസ് ഉണ്ടല്ലോ, മഡ് റേസ് അറിയാമോ? അതായത് ഓഫ് റോഡ് ബൈക്ക് എടുത്ത് ചളിയില് നമ്മള് 4 പേര് മഡ് റേസേഴ്സാ. നമുക്കെല്ലാം വാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവരുടെ കൈയുണ്ട്, ഇത് കണ്ടോ, ഇത് സ്റ്റീലാ, സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ, ഇതെല്ലാം സ്റ്റീലാ. ഇത് വണ്ടിയുടെ വീണ് പൊട്ടിയതാ. അങ്ങനെ നമ്മളെല്ലാം മടിയന്മാരായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫസ്റ്റിലാന്ന് വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ പരിപാടി കറക്കുക, മനസ്സിലാവോ? പിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ഇവനെപ്പം പറയാം എങ്ങനെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെങ്കിലും ഒരു കുറച്ച് ഫേമസ് ആയിട്ടൊരു റേസർ ആണോ അങ്ങനത്തെ ഒരു സംഭവം പറയും. പക്ഷെ നമുക്ക് ആ സമയത്ത് ഈ ടൈമാണെങ്കിൽ ഓന് പറ്റുന്ന ഏറ്റവും മുകളിലേക്ക് ഞാൻ അവനെ കയറ്റി വിട്ടിട്ടുണ്ടാവും. ആ സമയത്ത് എനക്കൊന്നും അറിയാം, ഞാൻ ആരും അല്ല, നമ്മളാരും അല്ല. ഇവന് മാത്രം ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മള് 3 പേരും. ഷോന്റെ അതിന് ശേഷമാണ് ഇവനും ഒരു ചേഞ്ച് വന്നത്. അതിന്റെ ഓൻ പോയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ സ്ട്രീമിംഗ് തുടങ്ങാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ തന്നെ കാരണം ഫസ്റ്റിലായിരിക്കും. ഓനക്ക് വേണ്ടി തന്നെ നമ്മള് തുടങ്ങിയതും അല്ല. പക്ഷെ നീയിൽ നിന്നൊന്നും തുടങ്ങാണ്ടെന്ന് അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവരിപ്പോഴും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എത്ര വയസ്സായി? എനിക്ക് 23. ടൈം ഉണ്ടല്ലോ. മുന്നിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. മോഡലാവണം, മോഡലിംഗില് നല്ല നിലയിലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാ. നമ്മൾ എത്തിപ്പെടണം, നമുക്ക് അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. അല്ല കാര്യം ഫസ്റ്റിൽ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇടം വീഴായിട്ട് ഇടം നടുക്കി ഇരിക്കേണ്ട പോലെ അവനെ ഫുൾ ആക്റ്റീവ് മെമ്പറാ മെയിൻ ആയിരുന്നു. എന്തിനാ അവന് ആർക്കും ഇതുവരെ നമ്മളെല്ലാവരും അത് എപ്പോ ചിന്തിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ സംഭവം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ കൂടുതലായി ഈ സംഭവം കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഓരോ ടൈം ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ ഈ ഡിസ്കഷൻ ഇങ്ങനെ ഇരിക്കും. എപ്പോ ഡിസ്കഷൻ ഇരുന്നാലും ആർക്കും ഉത്തരം കിട്ടൂല. ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനെ കുറിച്ച് ആലോചിക്കല്. കാരണം ഇവരെന്തിനത് ചെയ്തു എന്നുള്ളത് ഇവൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത് ആലോചിച്ച് ആലോചിക്കായിരുന്നു. ഇത് ഇതിന് ഉത്തരവില്ല. നമ്മൾ ഇത് ആലോചിച്ച കൺഫ്യൂസ്ഡ് ആയിട്ട് പിന്നെ അങ്ങനെ ഇരിക്കേണ്ടി വരും, ഫുൾ ടൈം ഇരിക്കേണ്ടി വരും. ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് അടിച്ച് പണ്ടാറടക്കി ഡിപ്രഷനിൽ കുറെ കാലം ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നതാ. ഞാൻ പണ്ടാ സ്റ്റോറി ബോഡി പോലും കണ്ടിട്ടില്ല. ഞാൻ ബോഡി കാണാൻ പോയിട്ടില്ല. എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഉറങ്ങുമ്പോ നൈറ്റ് മെയർ അടിക്കും. അതുകൊണ്ട് ഞാൻ ബോഡി മാത്രമാണ്, ഞാൻ അവിടെ പോയി ബോഡി കാണുന്ന ഇതിന് മാത്രമേ ഞാൻ മുഖം തിരിക്കുന്നത്. കാരണം എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ബോഡി ഞാൻ കണ്ടില്ല. അതിന് മുമ്പ് ലൈക് സൂയിസൈഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ഇല്ല, അതിന്റെ തലേ ദിവസമൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അത്. നോർമൽ ഇപ്പൊ ഇവൻ എന്റെ കൂടെ ഇരിക്കുന്നു, എന്റെ കൂടെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു, കയറി കിടക്കുന്നു. പെട്ടെന്ന് ഇവൻ വിളിച്ചു, നമ്മള് വീട്ടിലേക്ക് പോയി. നമ്മള് ഡോറ് തുറന്നു. എനിക്ക് ആകെ ഓനക്കുള്ളൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഓനോട് എത്താൻ പറ്റാത്തതിന്റെ ഒരു സംഭവമാണ്. അതായത് ഓൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഓൻ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു അതൊരു വലിയ വിഷമമായിട്ടൊന്നും ഓൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഇതിൽ പറഞ്ഞാൽ ഇവിടെ ആർക്ക് എന്താ ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഗ്യാങ് ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നു. കാരണം വെച്ചാൽ ഓരോരാളും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവരെ എത്തിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പൊ ഇവൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇവനോട് ആഗ്രഹിക്കുന്നത് ഇവനൊരു സ്ട്രീമർ ആക്കണമെന്നാണ്. പക്ഷെ ഇവൻ ആഗ്രഹിക്കുന്നത് ഇവനൊരു വ്ളോഗർ ആണെന്നാണ്. അതായത് സൂപ്പർ ആവാലും ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം ആണെന്നാണ് ഇവന്റെ ആഗ്രഹം. ഇവന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇവനെ അവിടെ എത്തിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ കൂട്ടത്തിൽ ആരായാലും അവർക്ക് ഇന്ന സ്ഥലത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ എത്തിക്കും. അതിനുള്ളൊരു മിഷനിലേക്ക് തന്നെ നമ്മൾ ഈ ഗ്യാങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് MRC ഗ്യാങ്ങിലേക്ക് എൻട്രി കിട്ടാൻ എന്താ ചെയ്യണ്ടേ? എൻട്രി കിട്ടാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി നമ്മളൊരു 1-2 റിക്രൂട്ട്മെന്റ് എടുക്കും. അല്ല എഡിറ്റർ അല്ലാണ്ട് ഒരു 10 ആൾക്കാർ ആക്കണം എന്നാണ് എന്റെ ഒരു. വേറെ ഗ്യാങ്സ് ഉണ്ട് കുറച്ച്. TV ഗ്യാങ് അറിയോ? ഈഗിളുടെ ഗ്യാങ്. അതായത് അവര് റിയൽ ലൈഫിലല്ല ഗെയിമിലെ ഗ്യാങ്. പക്ഷെ അവര് ഗ്യാങ്ങിൽ 10-35 ആൾക്കാരുണ്ട്. ഗ്യാങ്ങിൽ കുറെ ആൾക്കാർ നല്ലതാ. പക്ഷെ എനിക്ക് അത്യാവശ്യം ഒരു 15 ആളെല്ലാം നമുക്ക് ആക്കാവുന്നല്ലേ? 15 അത് പറയാൻ പറ്റില്ല. ചിലപ്പോ 1-2 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ 10-35 ആൾക്കാരെല്ലാം ആവും ഗ്യാങ്ങിൽ. പറയാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാം അല്ല. നമ്മളെ എല്ലാം
വെറൈറ്റി ആൾക്കാരുണ്ടല്ലോ വക്കീല് കോടതി പോയ പിന്നെ ആള് അല്ല അങ്ങനല്ല നമ്മുടെ ഗ്യാങ്ങിൽ വക്കീലുണ്ട് ബോഡിഗാർഡ് അങ്ങനെ പല ആളുകൾ ഉണ്ട് എന്ന രീതിയിൽ. വക്കീല് വീട്ടിൽ വന്നാ വേറെ മൈൻഡ്. അല്ല 9 to 5 പ്രൊഫഷണൽ ടൈമാണ്, അതിനുശേഷം ചില്ലിങ് വിത്ത് ദം. അതാണ് നോർമലി. തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നമുക്ക് എന്ത് scene. ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം കല്യാണം കഴിക്കണം എന്നുള്ള. അത് നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളൂ, നിങ്ങളൊക്കെ കണ്ണൂരല്ലേ? ആ നമ്മള് പറഞ്ഞു ഇവ എന്തിനാ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കാൻ അറിയോ, കണ്ണൂരാകുമ്പോ വീട്ടിൽ തന്നെ നിൽക്കാലോ. ഫുഡ് അടിക്കുക കണ്ണൂർ സൽക്കാരം നോക്കിയില്ലേ? അതൊക്കെയാണ് കോൺസെപ്റ്റ്സ് അല്ലേ? ഓക്കെ. അതുപോലെ മുനുവിന്റെ കോൺസെപ്റ്റ്സ് എങ്ങനെയാ ഗേൾ ഫ്രണ്ടിനെ പറ്റിയുള്ള സങ്കല്പം? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നീ ചിന്തിക്കാറുണ്ടെന്നൊക്കെ അറിയാം, കള്ളത്തരം പറയണ്ട. ഇല്ല ഇപ്പൊ അങ്ങനെ എനിക്ക് ഗേൾഫ്രണ്ട് ആക്കാനാണോ താല്പര്യം അതോ നേരെ കല്യാണം കഴിക്കാനാണോ? എങ്ങനെയാ നിന്റെ കോൺസെപ്റ്റ്? ആദ്യം ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവുകയല്ല, പിന്നെ ലൈഫ് മൊത്തം മുമ്പോട്ട് പോകണ്ടല്ലേ. ആദ്യം ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവുമെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ല കോൺസെപ്റ്റ്സ് ഉണ്ടാവില്ല. എന്തിനാ ഇപ്പൊ തൊപ്പിനൊക്കെ അടുത്ത് പറയാൻ പോകുന്ന എനിക്കറിയാം. ഞാൻ കളിയാക്കുവാണ്ട് ഞാൻ അവനെ നോക്കുമ്പോ പറയലോ 15 കൊല്ലമുള്ള ബന്ധാ. ഞാൻ എന്താ ചെയ്യാൻ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവും. അല്ല ഞാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മുന്നുവിന്റെ കല്യാണം ആയിരിക്കും. പിന്നെ അത് ശരിയാ. വക്കീലിന്റെ കല്യാണം ഗ്രാൻഡ് ആക്കണ്ട നമുക്ക്. പിന്നെ പൊളിച്ചടിക്കണം. ഓക്കെ. നല്ല അടക്കം ഒതുക്കുള്ള പെണ്ണായിരിക്കണം, സോഷ്യൽ മീഡിയ പാടില്ല, പിന്നെന്താ നമ്മള് പറയുന്നെല്ലാം കേട്ട് ജീവിക്കണം. ഇതിലെന്താ തെറ്റ്? ഞാൻ എന്റെ സങ്കല്പം ആ അടക്കം ഒതുക്കുമായിരിക്കണം, 5 നേരം നിസ്കരിക്കണം. മുടി എന്തോരം വേണം? മുടിയിലൊന്നും ഞാൻ ഇത് പറയൂല, മുടി വേണ്ട. മുടിയല്ല അവരുടെ ഇഷ്ടമല്ല. കാണാൻ എങ്ങനെയായാലും കുഴപ്പമില്ല, ജീവിക്കണം അങ്ങനെ. വരക്കണോടത്ത് നിക്കണം. ആ കാണാൻ അത്യാവശ്യം നല്ല ലുക്കെല്ലാം വേണം, വെളുപ്പ് വേണം, പിന്നെന്താ വിദ്യാഭ്യാസം വേണം, മെയിൻ ആയിട്ട് അടക്കം ഒതുക്കും വേണം. ഇതാണ് മെയിൻ പരിപാടി. അത്രേ ഉള്ളൂ, വേറെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ഇനി തൊപ്പിയുടെ ഭാവി വധു. ഇനി അഥവാ ഞാൻ ആരെങ്കിലും ആയിട്ട് ഇതാവാണെങ്കിൽ തന്നെ എക്സ്ട്രോവേർട്ട് ആയിരിക്കരുത്, ഇൻട്രോവേർട്ട് ആയിരിക്കണം. എനിക്ക് അറിയില്ല, എനിക്കിപ്പോ എന്താ അങ്ങനത്തെ ഒരു ചിന്ത. അതായത് ഒരു സൈഡ് ക്യാരക്ടർ ആയിരിക്കണം, മെയിൻ ആയിരിക്കരുത്. അങ്ങനല്ല, മീൻസ് മെയിൻ ആയിരിക്കരുത് മീൻസ് അല്ലല്ല നീ പറഞ്ഞ സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആള് എക്സ്ട്രോവേർട്ട് ആയിരിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരു പാവം, ഒരാരോട് സംസാരിക്കാത്ത ഒരു മൂലക്ക് ഇരിക്കുന്നത്. സംസാരിക്കണ്ട. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഞാൻ പറയാ, അല്ല നീ ഉദ്ദേശിച്ചതല്ലടാ ഞാൻ പറയുന്നത്. ഇത് എന്റെ സങ്കല്പം വേറെയാ. അത്രേ ഉള്ളൂ, ഒരു ഇൻട്രോവേർട്ട്. എങ്ങനത്തെ കുട്ടീനെ മമ്മൂന് വേണ്ടേ? തട്ടിടണം. തട്ടോടാം. തട്ടോട്ട ഭംഗി വിടും. വേറെ തട്ടോട്ട അയ്യോ ഇതിനി പറ്റ പാട്ടൊന്നും ഇടരുതട്ടാ. തട്ടോട്ട് മതിയാ? കുറച്ച് മുമ്പോട്ടേക്ക് എന്താണിത്? ഇല്ല തട്ടോടാണ്ട് ഭംഗി. അല്ലല്ല എന്നാലും ചെറിയൊരു ഇതില്ലേ ഓന്റെ സങ്കല്പത്തിലല്ലേ. അത്രേ ഉള്ളൂ. ജാസിനോട് എനിക്കിപ്പോ എന്താണ് ഞാൻ എല്ലാം ഒന്നുമില്ല, കാര്യങ്ങൾ അങ്ങോട്ടേക്ക് മനസ്സിലാക്കുക, വൈബാക്കുക. കുറെ കുക്കിംഗ് ഒന്നും അറിയണ്ടായിരിക്കും, നീ കുക്ക് ചെയ്യുമല്ലോ. ആ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുക, അത്ര തന്നെ. പ്രഷർ ചെയ്യലും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തത് റാംബോ. എനിക്ക് ഇവരൊക്കെ പറഞ്ഞ കണക്ക് തന്നെ അഭിപ്രായമില്ല. അങ്ങനെ വരച്ച വരയിൽ ഇരിക്കണോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഓവർ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. ഇല്ല, ഓവർ വെളുപ്പ്, ഓവർ മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ എന്റെ ഇഷ്ടമാണ്. എനിക്കെന്ന് പറഞ്ഞു വലിയ ഭംഗിയൊന്നും വേണ്ട, എന്നാ ഒരു പാവപ്പെട്ട കൊച്ചായിരിക്കണം. പിന്നെ ബോഡി അങ്ങനെയൊന്നുമില്ല. ഇനി ആള് ഇതാണെല്ലാരും ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നു.
അതിന്റെ സങ്കല്പം അതിൽ അങ്ങോട്ട് കേറാം. അത് പെണ്ണാവണമെന്ന് പെണ്ണായാൽ മതി. പിന്നെ നല്ല ലോയലായിട്ടുള്ള പെണ്ണാണോ? ലോവലോ ലോയൽ ആ, ലോയൽ. ലോയലായിട്ടുള്ള ഇവിടുന്ന് പഠിച്ച വാക്കുകളല്ലോ. ലോയൽ അറിയില്ലെങ്കിൽ ലോയലായിട്ടുള്ള കേളോ കിബിടി ആയിരിക്കണോ? സ്കിബിഡിയാന്ന് വെച്ചാ സ്കിബിഡി ആയിക്കോട്ടെ. ഇവിടെ ആയിരിക്കണം ഒന്ന് പോയി. ആ പിന്നെ തന്നെ കെയർ ചെയ്യണോ? അത് വേണ്ടേ? അത് വേണം. പിന്നെ നല്ല കുട്ടിയായിരിക്കണം. ഈമാനി ആവണം. ആ ദീനി ദുനിയാവിലുള്ള അങ്ങനെ ആവണം. അത് നിർബന്ധ ആ നല്ലതല്ലേ? ആയിക്കോട്ടെ. പിന്നെ പറയണ്ടല്ലോ. പിന്നെ ആ ഇത്ര തന്നെ. പിന്നെ നല്ലൊരു കുട്ടിയാ മതി. ഓക്കെ ഓക്കെ. എന്താ വിളിക്കണ്ടേ നിന്നെ? അന്നെയാ ആ. ആതിരി ആദിലേന്ന് വിളിച്ചാ മതി. അതിലേന്ന് ഇക്ക ഇച്ചാന്നൊന്നും അങ്ങനത്തെ വേണ്ട. ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അമ്മ നീ ദർസി പഠിച്ചതാണോ? ആ കഥ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ആ പഠിച്ചിനി 6 കൊല്ലം ദർസിലെന്ന് പഠിക്കുമ്പോ ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ഫസ്റ്റ് എത്തിങ്ങാനല്ല പഠിക്കുന്നത്. ഞാൻ കുപ്പിയില്ല. ഒന്നാമത്തെ കാര്യം ഒഴിവാക്കി പോയതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിങ്ങാനല്ല പഠിക്കുന്നത്. അപ്പൊ എത്തിങ്ങാന്ന് ഞാൻ 3 പ്രാവശ്യം ചാടി. അല്ല എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. ആ ഒരു ഹോസ്റ്റല് പോലെ ജയില് പോലെയല്ലേ സംഭവം. കാരണം മതിലിനപ്പുറം ബോറ് അങ്ങനത്തെ ഒരു എന്തെല്ലോ കുഴപ്പമുണ്ട്. അവിടെ തന്നെ 6 വരെ പഠിച്ച് പിന്നെ ദർസ് പഠിക്കാനുള്ള എന്റെ നാട്ടിൽ തന്നെ ഒരാള് ദർസ് കൊണ്ടാക്കി. ആടന്നും കുറെ ചാടി. ആടന്ന് 4-5 പ്രാവശ്യം ചാടി. അടിയെല്ലാം കിട്ടീന് കുറെ അടി. നല്ല ചാടാൻ കാരണം എന്താ? ഫ്രീഡത്തിന് വേണ്ടോ? വീട് ആനക്കാട് ഒരു ഇതില്ല. കറക്കാൻ വേണ്ട. ആ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഫുഡിന് ടൈമിന് ഫുഡ് കിട്ടും. അതായത് ആരോട് അങ്ങനെയല്ല. അതായത് നമുക്ക് ആരോട് സംസാരിക്കാനൊന്നും പറ്റൂല. ആടുള്ള ആൾക്കാരോടെ സംസാരിക്കാൻ പറ്റും. ഇല്ല പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. അവിടെ 6 കൊല്ലം പഠിച്ച് 10ാം ക്ലാസ് പഠിച്ചു. ഞാൻ 10 വരെ പോയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. എനിക്ക് പഠിക്കേണ്ട ഒരു ഇതുമില്ല. താല്പര്യമില്ല. ഇല്ല. ഇപ്പോൾ നിങ്ങക്ക് ദർസിലെ എല്ലാ കാര്യങ്ങളും അറിയോ? എങ്ങനാ മീൻസ് ഓതാനും എല്ലാം എല്ലാം അറിയാം. എല്ലാം അറിയാം. ബയാത്താക്കില്ല പഠിച്ചില്ല. മറ്റേ ഹാഫ്ലാൻ പഠിച്ചാണോ? ഇല്ലില്ല ഹാഫ്ലാൻ പഠിച്ചില്ല. പോയി ആർന്നും ചാടി. ഞാൻ എല്ലാ സ്ഥലത്തും ചാടലാണ്. പിന്നെന്ന് വെച്ചാല് കിതാബല്ലോ ഒന്നാമത് ഇവിടുന്ന് ഇറങ്ങേണ്ട റീസൺ വെച്ചാല് കിതാബ് ഒന്നിടക്ക് ഞാൻ KGF റിലീസായി. അങ്ങനെ ഞാൻ അമ്മാതിരി പിരാന്താ. സിനിമയിലേക്ക് ഇതാക്കുന്ന തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഇത് പറയട്ടെ. കിതാബിൽ ഓർന്നെടുക്കാന്ന് അന്നാണ് KGF റിലീസാകുന്ന ദിവസം. അതായത് 2 ആണ്. കിതാബിൽ ഓർന്നെടുക്ക് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഒന്ന് മൂത്രയിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പോയിട്ട് പോകുമ്പോതേ ഞാൻ പോയത് ഓർമ്മയില്ലോ. അതേത് തലയെ കെട്ടുണ്ട് എനിക്ക് ജുബലിൽ ഇട്ടിച്ചവന് പോകുമ്പോ കൊത്തിത്താ കൊണ്ടേന് ഗെയിമില്. അത് അവിടെ തന്നെ വെച്ച് അത് താഴെ ഓന്നും കരക്കി വെച്ച് ഓടി. അതായത് 2 കിലോമീറ്റർ അപ്പുറമാണ് തിയേറ്റർ. അവിടെ പോയി പടം കണ്ട് നാട്ടിലത്തെ കമ്മിറ്റിക്കാരാട്ടം കണ്ട് കമ്മിറ്റീന്റെ മോനാട്ടം കണ്ട് പറഞ്ഞ് മൊത്തം കുഴപ്പമായി. നാട്ടിൽ നിന്നും എല്ലാവരും ഉമ്മയെല്ലാം അറിഞ്ഞ് എല്ലാവരും അടി ഇതെല്ലാം ആയി. അടി എന്ന് വെച്ചാൽ ഉസ്താമാരടിച്ച് നല്ല അടിയാണ്. പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ദർസിലും ഞാൻ കുറച്ച് 6 കൊല്ലം പഠിച്ചിട്ടില്ലല്ലോ. 1-2 കൊല്ലം ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്. നല്ല അടിയായിരിക്കും. അടിക്കും അല്ലാണ്ട് അടിക്കും ഇവര്. എന്തെങ്കിലും അതായത് പഠിപ്പിക്കും. ഈ ഉറങ്ങുമ്പോ തന്നെ എണീക്കുമ്പോ ലാത്തിനെ കൊണ്ട് തന്നെ മൊത്തം അടിക്കുക. അതായത് ഉറക്കത്ത് രാവിലെ ഒരു നമുക്ക് നല്ല പറഞ്ഞാൽ ഈ പൊലച്ചക്ക് എണീക്കൽ എന്ന് പറഞ്ഞാൽ അതിലേക്കാളും പാടുള്ള ഒരു കാര്യമില്ല അല്ലെ. അരങ്ങ് പൊലച്ചക്ക് എണീക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നീ എത്ര മണിക്ക് എണീക്കല്? 5 മണി. ഞാൻ 5 മണിക്ക് എണീക്കാറ്. എന്തിന്? വെറുതെ നിസ്കരിക്കുവോ? ഞാൻ നിസ്കരിക്കാൻ. ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എനിക്കിതുപോലെ തല്ലിയിട്ടിട്ടുണ്ട് അരങ്ങേറ്റത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മദ്രസ പോലെ അല്ല. ദർസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ. ദർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കടന്ന് ഉറങ്ങണം. ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഒരു 100-100 പിള്ളേർ. അപ്പൊ ഇവര് പറഞ്ഞ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരും. രാവിലെ തന്നെ ബുദ്ധിമുട്ടാണ്. അതിന്റെ പേര് അടിച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് എണീപ്പിക്കുക. അതായത് വെള്ളം ഒഴിച്ചിട്ടും വെള്ളത്തിന് മുകളിൽ അടിച്ചിട്ടും ഇങ്ങനെ അടിക്കും മുഖത്തേക്ക്. നമുക്ക് തന്നെ ഉസ്താനെ കയറി അങ്ങ് അടിക്കാൻ തോന്നുന്നു മൂക്കിന്. പക്ഷെ ഭയങ്കര ടോർച്ചർ അവസ്ഥയാണ്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ചരിത്രം കീനി ദർസല്ലോ ഇനി ആടുന്ന് അങ്ങ് ശാന്തമായി മനസ്സ്. പിന്നെ വെച്ചാൽ ഈ സിനിമേന്റെ വെഹിക്കിലെല്ലാം കുറെ പോയി.
ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ കൊറേ മുഖെല്ലാം കാണിച്ച കൊറേ സിനിമയിലുണ്ട്. ഏത് സിനിമയാ? ഇവർക്ക് എന്താണ് പ്രിൻസിൽ അതേപോലെ ഒരു ജാതി ഇപ്പൊ എത്ര പടം കഴിഞ്ഞു? ശ്രദ്ധിക്കപ്പെടാത്ത ചോദിക്കട്ടെ, എത്ര പടം കഴിഞ്ഞു? പടം കഴിഞ്ഞ് കൊറേ അങ്ങനെ കൊറേ പടം അല്ല, എത്ര പടം കഴിഞ്ഞു? ഒരു 5-8 പ്രിൻസ് ആൻഡ് ഫാമിലി, ഒരു ജാതി ജാതകം, ചാവേർ അങ്ങനത്തെ ചാവേറ്, കൊറേ സിനിമകളിലുണ്ട്. കൊറേ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അല്ല, ഇവന്റെ ആഗ്രഹം എന്തായാലും നടക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പൊ വരുന്നത് മൊത്തം ചെറിയ ചെറിയ റോൾസ്. അതുകൊണ്ട് ഞാൻ ഇവനോട് പോണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം വെറുതെ ആദ്യം ചിലപ്പോ ഇവനെ കാത്തിക്കുന്നത് വലിയൊരു നല്ലൊരു വേഷമായിരിക്കും, ചിലപ്പോ ഒരു നായക വേഷം പറയാൻ പറ്റില്ല. അതും കുട്ടികളെ സിനിമയിൽ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരെ എന്തെങ്കിലും സിനിമയിൽ ഒരു നായക വേഷം തന്നെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സഹനടന്റെ വേഷം തന്നെ കിട്ടിയേക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണ്ടെന്ന് ഞാനാ പറഞ്ഞത്. വെറുതെ ആ ഒരു ഇതാക്കണ്ട. ഇപ്പൊ വിളിക്കുന്നുണ്ട്, ഇപ്പൊ കോണ്ടാക്റ്റിലുണ്ട് അവരായിട്ട്, ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോണ്ടെന്ന് പറഞ്ഞുള്ളത് കാരണം നല്ലൊരു റോള് കിട്ടിയാൽ മാത്രമേ ഇനി ഇറങ്ങിയാൽ മതി. കാരണം ഇവനിപ്പോ ഒരു ഇതിലേക്ക് ഇങ്ങനെ കേറി വരുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ അറിയുന്നുണ്ട്. ഇപ്പൊ ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ട് ഇറങ്ങിയാൽ തന്നെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന്റെ ക്രൗഡ് മൊത്തം ഒച്ചപ്പാടും മകളും ആക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഫാൻസായി. ലവ് ആൻഡ് റിവഞ്ച് ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി.